നമ്മളിന്ന് എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിലുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ജേണൽ എൻട്രീസ് ഒക്കെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ക്ലാസ് കേൾക്കാതെയും പഠിക്കാതെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. കാരണം ഓരോ ദിവസവും പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കുറയുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ ചിലപ്പോൾ കേൾക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതിനർത്ഥം നിങ്ങൾക്ക് പിന്നെ ഇത് അക്കൗണ്ടിങ് ആണ്, ഫോളോ അപ്പ് നടക്കില്ല. കാരണം നമ്മുടെ പഴയ അക്കൗണ്ടിങ്ങിലെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് പുതിയതാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പുതിയതാണ്. നിങ്ങൾ നേരത്തെ എവിടെയും പഠിച്ച കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫ്രഷ് ആണ്. നിങ്ങൾ പുതിയ ജേണൽ എൻട്രീസ് ആണ് പഠിക്കുന്നത്, എല്ലാം പുതിയതാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പുതിയ രീതിയിൽ തന്നെ തുടങ്ങിയാലും നിങ്ങൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ നോക്കാതെയും പഠിക്കാതെയും ഓരോരോ ദിവസത്തെ ക്ലാസ് വെറുതെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാതെ വരും. ഞാൻ ആദ്യമേ പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ. A Limited decided to redeem 6% debentures of rupees 10,000. Interest is payable half yearly on 30th September and 31st March each year. ഓക്കെ, അതായത് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി അവരുടെ ഡിബഞ്ചർ, 6% ഡിബഞ്ചർ ആണ് ആ ഡിബഞ്ചറിന്റെ പേര്. അത് എന്താണ്, അതിന്റെ വില എത്രയാണ്? 10,000 rupees ആണ്. അതായത് ഒരു ഡിബഞ്ചറിന്റെ വിലയല്ല, മൊത്തം ഡിബഞ്ചറിന്റെ വിലയാണ് 10,000 rupees എന്ന് പറയുന്നത്. ഓക്കെ, അത് അവർ റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ ആ കമ്പനി ആ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് നൽകുന്നത്, അതായത് ഓരോ വർഷം 6% ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. ആ 6% ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഓരോ വർഷവും ആ ഡിബഞ്ചറിൽ നിന്നും ഡിബഞ്ചർ ഹോൾഡർക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് 6%. ഓക്കെ, ആ ഇൻട്രസ്റ്റ് നൽകുന്നത് എങ്ങനെയാണ്? ഹാഫ് ഇയർലി ആണ് എന്ന് പറഞ്ഞത്. അതായത് 2 തവണയായിട്ട്, വർഷത്തിൽ 2 തവണയായിട്ടാണ് ഇൻട്രസ്റ്റ് നൽകുന്നത്. അതായത് ഒന്ന് 30 സെപ്റ്റംബറിനും പിന്നെ 31 മാർച്ചിനുമാണ്. അതായത് നമ്മുടെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു വർഷത്തിൽ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 30 സെപ്റ്റംബർ ആണ്. ഓക്കെ, ആ 30 സെപ്റ്റംബറിനും മാർച്ച് 31 ഈ 2 ഡേറ്റിനാണ് എന്ത് ചെയ്യുന്നത്? അവർ ഇൻട്രസ്റ്റ് നൽകുന്നത്. ദെൻ നോക്കൂ, ഓൺ 1st June 2020 ഇറ്റ് പർച്ചേസ് ഡിബഞ്ചേഴ്സ് ഓഫ് rupees 10,000 ഇൻ ഓപ്പൺ മാർക്കറ്റ് അറ്റ് rupees 97 ഈച്ച് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ഓക്കെ, അതായത് എന്താണ്? 1st June 2020, അതായത് 2020 ജനുവരി 1-ന് എന്ത് ചെയ്തു? ഇവര് 10,000 രൂപ വിലയുള്ള, അതായത് നമ്മൾ റെഡീം ചെയ്യാൻ തീരുമാനിച്ച ഡിബഞ്ചർ ഉണ്ടല്ലോ, 10,000 രൂപ വിലയുള്ള ആ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഒരു ഡിബഞ്ചറിന് 97 രൂപ വെച്ചിട്ട് അവർ എന്ത് ചെയ്തു? വാങ്ങി. ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങുക? ഉടനെ തന്നെ അതിനെ ക്യാൻസൽ ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് അല്ല, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഓക്കെ, then give journal entries if the purchase price paid is കം ഇൻട്രസ്റ്റ് ആൻഡ് എക്സ് ഇൻട്രസ്റ്റ്. കം ഇൻട്രസ്റ്റ് പ്രൈസിലാണ് ഈ 97 രൂപയ്ക്ക് ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയതെങ്കിൽ എന്ത് ജേണൽ എൻട്രി വരും? അതുപോലെ തന്നെ എക്സ് ഇൻട്രസ്റ്റ് പ്രൈസിലാണ് ഈ പർച്ചേസ് നടത്തിയതെങ്കിൽ എന്ത് എൻട്രി വരും എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് നമ്മളിവിടെ കം ഇൻട്രസ്റ്റിന്റെയും എക്സ് ഇൻട്രസ്റ്റിന്റെയും കേസുകൾ മാത്രമേ നമ്മൾ പഠിക്കുന്നതുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റെഡീം ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം DRI ക്രിയേറ്റ് ചെയ്യണം, DRR ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ എൻട്രീസും നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തിനുള്ള എൻട്രി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? കം ഇൻട്രസ്റ്റ് ആകുമ്പോഴും എക്സ് ഇൻട്രസ്റ്റ് ആകുമ്പോഴും ഉള്ള ജേണൽ എൻട്രി മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അതായത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10,000 രൂപ വിലയുള്ള 6% ഇൻട്രസ്റ്റ് നൽകുന്ന ഡിബഞ്ചർ റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, റെഡീം ചെയ്യുന്നത് ഒരു ഇൻബിറ്റ്വീൻ ഡേറ്റിലാണ്. അതായത് സെപ്റ്റംബർ 30-നോ മാർച്ച് 31-നോ റെഡീം ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ഇൻട്രസ്റ്റിന്റെ പ്രശ്നം വരുന്നില്ല. കം ഇൻട്രസ്റ്റ് എക്സ് ഇൻട്രസ്റ്റിനുള്ള പ്രശ്നം വരുന്നില്ല. അതായത് കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ നൽകുന്ന 97 രൂപ എന്ന് പറയുന്ന 97 രൂപയിൽ എന്താണ് ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് ആണെങ്കിൽ കം ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ അതിന് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന അതേ ഡേറ്റ് തന്നെയാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നതെങ്കിൽ, അതായത് ഇയർ എൻഡിലാണ് നടത്തുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഇൻ ബിറ്റ്വീൻ ഡേ, അതായത് ഇൻട്രസ്റ്റ് നൽകുന്ന ഡേറ്റ് മാർച്ച് 31 ആണ്, പക്ഷെ ഇവിടെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ എന്നാണ് 1st June 2020 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഇൻട്രസ്റ്റ് നൽകുന്ന ഡേറ്റ് സെപ്റ്റംബർ ആയിരുന്നു. അപ്പൊ സെപ്റ്റംബറിന് മുമ്പുമാണ്, ജൂണിന് ശേഷവുമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് എന്താണ്, ഇൻ ബിറ്റ്വീൻ ഡേറ്റിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് എന്ത് പ്രശ്നം ഉത്ഭവിക്കുന്നത്? ഈ കം ഇൻട്രസ്റ്റിലാണോ എക്സ് ഇൻട്രസ്റ്റിലാണോ എന്നുള്ള പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള എന്താണ്, കം ഇൻട്രസ്റ്റില് ഒരു എന്താണ് ജേണൽ എൻട്രി വരിക? അപ്പൊ ഇവിടെ ഡേറ്റ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഡേറ്റ് തന്നിട്ടില്ലേ? എന്താണ്, 1st
ഒന്നാമത്തെ കേസ് ഫസ്റ്റ് ജൂൺ എന്നാണ് 2020 എന്ത് ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വർക്കിംഗ് നോട്ട് വഴി നമ്മൾ കണ്ടെത്തണം എന്താണ് ഇവിടെ എന്തായാലും കം ഇൻട്രസ്റ്റ് എക്സ് ഇൻട്രസ്റ്റ് ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ജൂൺ 2020 കമ്പനി ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നതെങ്കിൽ അപ്പൊ നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഡേറ്റ് ഏതായിരിക്കും? ലാസ്റ്റ് ഇൻട്രസ്റ്റ് പേ ചെയ്ത, കാരണം 2 തവണയാണ് ഒരു വർഷത്തിൽ 2 തവണയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ അല്ലെ, 2 തവണയായിട്ട്. ഏതൊക്കെയാണ് 2 തവണ? ഒന്ന് സെപ്റ്റംബർ 30 മറ്റൊന്ന് മാർച്ച് 30. അപ്പൊ ജൂൺ 1, 2020 തൊട്ട് മുമ്പ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഡേറ്റ് ഏതായിരിക്കും? തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തത് അതിന് ഏതായിരിക്കും? ആ ഡേറ്റ് എന്ന് പറയുന്നത് പറ, അത് മാർച്ച് 31 ആയിരിക്കും അല്ലെ. ആ ഡേറ്റ് എന്ന് പറഞ്ഞതായിരിക്കും മാർച്ച് 31 ആയിരിക്കും. കാരണം എന്താണ്? ജൂണിന് തൊട്ട് മുമ്പുള്ളത് മാർച്ച് 31 അല്ലേ. ജൂണിന് ശേഷമാണ് സെപ്റ്റംബർ വരുന്നത്, അറിയാലോ. അപ്പം നമ്മൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് പേ ചെയ്ത ഡേറ്റ് എന്താണ്? 31 മാർച്ച് 2020 ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റ് എന്താണ്? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ നോക്കി. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റ് ഫസ്റ്റ് ജൂൺ അല്ലെ. ഫസ്റ്റ് ജൂൺ ആണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റ്. ഫസ്റ്റ് ജൂൺ 2020 ആണ്. അപ്പം നമുക്കറിയാം ഈ 31/3/2020 ശേഷം ഫസ്റ്റ് ജൂൺ എന്ന് പറയുമ്പോൾ അതിനിടയിൽ വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ഏപ്രിലും മെയ്യും അല്ലെ. ഏപ്രിൽ ഫുൾ ഉണ്ടാവും, പിന്നെ മെയ് ഫുൾ ഉണ്ടാവും. ജൂൺ ഉണ്ടാവുക? ജൂൺ ഉണ്ടാവില്ല, ജൂൺ 1 അല്ലേ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ്. അപ്പൊ ഏപ്രിലും മെയ്യും, അത് 2 മാസത്തെ ഇൻട്രസ്റ്റ് എന്താണ് അപ്പൊ നമ്മൾക്ക് ഇവിടെ എക്സ്പയർഡ് ആയിട്ടുണ്ട്. അപ്പൊ എക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ പ്രകാരം എക്സ്പയർഡ് പീരീഡ്, ഇൻട്രസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള എത്ര മാസമാണ്? എത്ര മാസത്തേക്കാണ്? മനസ്സിലായത്? എത്ര മാസത്തേക്ക് ഇവിടെ എക്സ്പയർഡ് ആയിട്ടുള്ളത്? 2 മാസത്തേക്കാണ്. അപ്പൊ എക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ് ഇവിടെ? 2 മന്ത് ആണ്. അപ്പൊ ആ 2 മന്തിലേക്ക് എത്ര ഇൻട്രസ്റ്റ് വരും? എക്സ്പയർഡ് പീരീഡ് 2 മന്ത് ആണ്, മനസ്സിലായല്ലോ. എങ്ങനെയാ മനസ്സിലായല്ലേ? ലാസ്റ്റ് ഇൻട്രസ്റ്റ് പേ നൽകി ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തിയത് മാർച്ച് 31, 2020 അത് നമുക്ക് ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാവും. നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവേണ്ടതാണത്. കാരണം എന്താണ്? 2 തവണയായിട്ടാണ് ഇവിടെ ഇൻട്രസ്റ്റ് നൽകുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഒന്ന് സെപ്റ്റംബർ 30 ഒന്ന് മാർച്ച് 30 ആണ്. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റ് ഫസ്റ്റ് ജൂൺ ആകുമ്പോൾ ആ ജൂണിന് തൊട്ട് മുമ്പ് ഇൻട്രസ്റ്റ് നൽകിയ ഡേറ്റ് ഏതായിരിക്കും? 31 മാർച്ച് ആയിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ 31 മാർച്ച് മുതൽ ഫസ്റ്റ് ജൂൺ വരെയുള്ള ആ ടൈം പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. ആ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 മാസമാണ്, അതായത് ഏപ്രിലും മെയ്യും. അപ്പൊ 2 മന്ത് ആണ് എക്സ്പയർഡ് പീരീഡ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എക്സ്പയർഡ് പീരീഡ് ഇവിടെ എത്ര വരിക? ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈസ് ഈക്വൽ ടു 10,000 രൂപയാണ് മൊത്തം ഡിബഞ്ചറിന്റെ വാല്യൂ അല്ലെ. 10,000 രൂപയാണ് നമ്മുടെ മൊത്തം ഡിബഞ്ചറിന്റെ വാല്യൂ. ദെൻ അത് ഇൻറ്റു എന്ത് ചെയ്യണം? എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ കമ്പനി ഡിബഞ്ചറിന് നൽകുന്നത്? എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ്? ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ കാണാം. എത്രയാണ്? 6% ഇൻട്രസ്റ്റ് ആണ്. ഒരു വർഷത്തേക്കാണ് ഈ 6%. അപ്പം 6/100 ഒരു വർഷത്തേക്ക് 6% ഇൻറ്റു ദെൻ നമ്മൾ ഇൻട്രസ്റ്റ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര മാസത്തേക്കാണ്? ഫോർ 2 മന്ത് ആണ്. പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്പയർഡ് പീരീഡ് എത്രയാണ്? 2 മന്ത് ആണ്. അപ്പൊ 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത്. അതായത് നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് മുതൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റിലേക്ക് എത്ര മാസം വരുന്നുണ്ടോ അതിനെയാണ് എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് എക്സ്പയർഡ് പീരീഡ് ആയിട്ട് വരുന്നത് എത്രയാണ്? 2 മന്ത് ആണ്. അപ്പൊ 2 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 2/12, അതായത് 12 മാസമാണ് ഒരു വർഷം. ഒരു വർഷത്തിൽ 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന അർത്ഥത്തിൽ 2/12 ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ എത്രയാണോ അതായിരിക്കും നമ്മുടെ എന്ത്? എക്സ്പയർഡ് പീരീഡ്, അതായത് 2 മന്തിലേക്ക് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കി. എത്ര വരുന്ന ഇൻട്രസ്റ്റ്? 100 rupees ആണ് വരുന്നത്. നോക്കൂ, ചെയ്ത് നോക്കൂ. 100 rupees ആയിരിക്കും അവിടെ ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആദ്യം തന്നെ വർക്ക് നോട്ട് വഴി ഇത് നമ്മൾ ചെയ്ത് വെക്കണം. ഇത് എക്സ്പയർഡ് പീരീഡിലേക്ക് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അത് നമ്മൾ മുൻകൂട്ടി ആദ്യമേ ചെയ്തു വെക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, കാരണം നമുക്ക് എന്ത് ചെയ്യണം? ജനറൽ എൻട്രി എഴുതണമെങ്കിൽ നമുക്ക് എമൗണ്ട് എഴുതണമല്ലോ. എമൗണ്ട് എഴുതണമെങ്കിൽ ഈ സാധനം അവിടെ ആവശ്യമുണ്ട്.
അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഒരു എന്താണ് ജേണൽ വരച്ച് നമുക്ക് 2 ജേണൽ എൻട്രി കം ഇൻട്രസ്റ്റിലെയും എക്സ് ഇൻട്രസ്റ്റിലെയും ജേണൽ എഴുതാൻ നമുക്ക് സ്ഥലം ആവശ്യമുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സ്ഥലം വിട്ടതിന് ശേഷം നോട്ട്ബുക്കിൽ താഴെ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എൻട്രി ചെയ്താം. അപ്പൊ എക്സ് ഇൻട്രസ്റ്റ് കേസിൽ നമുക്കറിയാം എന്താണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടക്കുകയാണ്. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ആ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യാണ്. നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് ഏത് ഡിബഞ്ചറിനെയാണ്? 6% ഡിബഞ്ചറിനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 6% ഡിബഞ്ചർ അല്ലെ, 6% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ അല്ലെ, 6% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതണം. എന്തുകൊണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആണ്. ആ ഡിബഞ്ചറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ, ലയബിലിറ്റിയുടെ സ്വഭാവം എന്താണ്? ക്രെഡിറ്റ് ആണ്. ഇവിടെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ ആ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ ക്രെഡിറ്റ് സ്വഭാവമുള്ള ഒരു ഐറ്റത്തിനെ ക്യാൻസൽ ചെയ്യണം, എന്ത് ചെയ്യണം? അതിന്റെ ഓപ്പോസിറ്റ് എഴുതണം. അതുകൊണ്ടാണ് 6% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡിബഞ്ചറിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ വാല്യൂ? 10,000 രൂപയാണ്. ആണല്ലോ, ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇനി 6% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, അതായത് അവർക്ക് ഡിബഞ്ചറിന്റെ വാല്യൂ മാത്രമാണോ അവർക്ക് കൊടുക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത്? അല്ല, അവർക്ക് എന്തും കൂടി കൊടുക്കുന്നുണ്ട്. ആ ഡിബഞ്ചറിനുള്ള 2 മാസത്തേക്ക്, നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് മുതൽ എന്ത് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയിട്ടുള്ള ആ സമയത്തേക്കുള്ള ഇൻട്രസ്റ്റും കൂടി അവർക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അടുത്തൊരു ഐറ്റം കൂടി എഴുതണം. എന്താണ്? അവർക്ക് അടുത്ത ഇൻട്രസ്റ്റും കൂടി അവർക്ക് നൽകുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, അതായത് ഡിബഞ്ചറിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് കൊടുക്കുക. അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നമ്മളുടെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഡിബഞ്ചർ ഹോൾഡർക്ക് നൽകുന്ന എന്താണ്? ഒരു പേയ്മെന്റ് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, അത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവർക്ക് ഇൻട്രസ്റ്റ്, അതായത് മാർച്ച് 31 ശേഷം ജൂൺ 1 തീയതി വരെയുള്ള 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റും കൂടി അവർക്ക് നൽകണം. അതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മൾ ഇവിടെ എഴുതുക? നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ടിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 100 രൂപയാണ് ആ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് 100 അവിടെ എഴുതുന്നു. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്താണ്? അടുത്ത എൻട്രി അവർക്ക് ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 അല്ലെ, ഡിബഞ്ചറിന്റെ പേരിലുള്ള 10,000 രൂപയും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 100 രൂപയും അവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, പക്ഷേ അത് ക്യാൻസൽ ചെയ്യാണ്. നമ്മൾ ക്യാൻസൽ ചെയ്യാണത്. കൊടുക്കുന്നത് അത്ര കൊടുക്കുന്നുണ്ടോ എന്നില്ലല്ല, നമ്മൾ എത്ര കൊടുക്കുന്നുള്ളൂ? നമ്മളിവിടെ കൊടുക്കുന്ന 97 രൂപയാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് ഇവിടെ കൊടുക്കുന്നില്ല. 10,000 രൂപ, 10,100 രൂപ നമ്മളിവിടെ കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന എത്ര രൂപയാണ്? 97 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടു ബാങ്ക് എന്ന് എഴുതുക. നമുക്ക് മൊത്തത്തിൽ 10,100 രൂപ കൊടുക്കണമായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന എത്രയേ ഉള്ളൂ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 97 ഈച്ച് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അതാണ് നമ്മൾ കൊടുക്കുന്നത് 10,000 രൂപ. ഒരു 10,000 എന്ന് പറയുന്നത് ഒരു ഡിബഞ്ചറിന്റെ വില എത്ര ആയിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ 1000 ഡിബഞ്ചർ അല്ലെങ്കിൽ 100 ഡിബഞ്ചറിന് 10 രൂപ, 100 ഡിബഞ്ചറിന് 100 രൂപ വെച്ചിട്ട് അങ്ങനെയാണ് 10,000 വന്നത്. ഇവിടെ 100 ഡിബഞ്ചറിന് നമ്മൾ 97 രൂപ വെച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ബാങ്കിന് നേരെ എമൗണ്ട് കണ്ടുപിടിക്കുക. 97, ഒരു ഡിബഞ്ചറിന്റെ വില എത്രയാണ്? 97 ആണ്. ഡിബഞ്ചറിന്റെ എണ്ണം എത്രയാണ്? 100 ആണ്. എങ്ങനെ 100 കിട്ടി? ഇനി അതില്ലെന്നും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 100 എങ്ങനെ കിട്ടി? 10,000 എന്താണ്? അവിടെ മൊത്തം ഡിബഞ്ചർ ആണ്. ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ 100 എന്നാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുക. കാരണം എന്താണ്? ഇവിടെ 97 ഈച്ച് എന്ന് പറയുമ്പോൾ 100 ആയിരിക്കും ഡിബഞ്ചറിന്റെ വില. അപ്പോൾ 10,000 ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിബഞ്ചറിന്റെ എണ്ണം കിട്ടും. ഒരു ഡിബഞ്ചറിന്റെ എണ്ണം എത്രയാണ്? 100 ആയിരിക്കും. 100 ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി റെഡീം ചെയ്യുന്നത്. കമ്പനി ആ റെഡീം ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുവാൻ വേണ്ടിയിട്ട് 100 ഡിബഞ്ചേഴ്സിന് 97 രൂപയെ കൊടുക്കുന്നുള്ളൂ. ക്ലിയർ? അപ്പൊ എത്രയായിരിക്കും എമൗണ്ട് വരിക? കം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഈ 97 എന്തും കൂടി ഇൻക്ലൂഡ് ആണ്? ഈ 100 രൂപയും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. നമ്മുടെ ഈ ആദ്യം നമ്മൾ എഴുതുന്നത് ഏത് മെത്തേഡാണ്? കം ഇൻട്രസ്റ്റ് മെത്തേഡാണ്. കം ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമ്മൾ 97 രൂപയാണ് ആകെ നൽകുന്നത്. ഈ 97 രൂപയിൽ നമ്മൾ എന്താണ്? ആ 10,000 ഡിബഞ്ചേഴ്സിന് നൽകേണ്ടിയിരുന്ന 100 രൂപയുടെ ഇൻട്രസ്റ്റും കൂടി ചേർന്നിട്ടാണ് എന്ത്? ഈ 97, അതായത് 97 × 100 എന്ന് പറഞ്ഞാൽ 9,700 എന്ന് പറയുന്ന എമൗണ്ട് എന്തായിരിക്കും? ഈ
100 രൂപയും കൂടി ചേർന്നിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. കാരണം എന്താണ്, ഒന്നാമത്തെ മെത്തേഡ് കം ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് 9700 എന്ന് അവിടെ എഴുതുക. ഇനി അടുത്ത എൻട്രി എന്താണ്? ഇപ്പൊ നോക്കി നിങ്ങൾ ഇപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഡെബിറ്റില് മൊത്തം എമൗണ്ടിന്റെ വാല്യൂ നോക്കുമ്പോൾ എത്ര വന്നു? 10100 വന്നു. ഓക്കെ, ക്രെഡിറ്റിൽ മൊത്തം എമൗണ്ടിന്റെ വാല്യൂ നോക്കിയപ്പോൾ നമുക്ക് 9700 വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമുക്ക് 10100 രൂപ കൊടുക്കേണ്ടിയിരുന്ന ഒരു ഡിബഞ്ചർ നമ്മൾ റെഡീം ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയപ്പോൾ 9700 രൂപ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലാഭം അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ ലാഭത്തിന് നമ്മൾ എന്ത് പേരിൽ എഴുതുക? ആ ലാഭം നമുക്ക് എങ്ങനെ ഉണ്ടായത്? റിഡംഷന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ലാഭമാണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഓൺ അല്ലെ? ലാഭത്തിന്റെ പേരൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് പേര്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അല്ലെ? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഉണ്ട് ഇവിടെ. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നാണ് എഴുതേണ്ടത്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. നമുക്ക് ഡിബഞ്ചറിന്റെ റിഡംഷനിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രോഫിറ്റ് എത്രയാണ്? ഇവിടുത്തെ ആ ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 10100 ആണ് നമുക്ക് ഡെബിറ്റ് ബാലൻസ് വരുന്നത്. ക്രെഡിറ്റിൽ 9700 വന്നിട്ടുള്ളൂ. അപ്പൊ ഡിഫറൻസ് വരുന്നത് 400 രൂപയാണ്. അപ്പൊ ഈ 400 രൂപ എന്താണ്? നമുക്കുണ്ടായ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഈ ജേണൽ എൻട്രി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? കം ഇൻട്രസ്റ്റ് ആയാലും എക്സ് ഇൻട്രസ്റ്റ് ആയാലും ജേണൽ എൻട്രിക്ക് മാറ്റമില്ല നമുക്കറിയാം. എമൗണ്ട് ഇതിനോടത്തേ മാറ്റം ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പൊ കം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ ചെയ്തത് ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന 6% ഡിബഞ്ചറിനെ ഡെബിറ്റ് ചെയ്തു. 10000 രൂപ വരെയുള്ള ഡിബഞ്ചറിനെ നമ്മൾ അങ്ങനെ ക്യാൻസൽ ചെയ്തു. ദെൻ ആ ഡിബഞ്ചറിനെ എക്സ്പയർഡ് പീരീഡിലേക്ക് ഇൻട്രസ്റ്റും കൂടി നൽകേണ്ടതുണ്ട്. അപ്പോൾ അത് അവർക്ക് ഡ്യൂ ആയി കിടക്കുന്ന എമൗണ്ട് ഡ്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ 100 രൂപയും കാണിക്കുന്നു. ടു ബാങ്ക്. പക്ഷേ നമ്മൾ മൊത്തം 10100 രൂപ കൊടുക്കേണ്ടിയിരുന്നിടത്ത് നമ്മുടെ കമ്പനി നൽകുന്നത് എന്താണ്? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ 97 രൂപയാണ് ഒരു ഡിബഞ്ചറിന്. അപ്പം മൊത്തം ഡിബഞ്ചറിന്റെ എണ്ണം 100 ആണ്. അപ്പൊ 100 × 97 9700 വരും. ഈ 100 എന്ന് പറഞ്ഞ എണ്ണം കിട്ടിയത് എങ്ങനെയാണ്? 10000 ഡിബഞ്ചർ എന്നുള്ള ടോട്ടൽ ഡിബഞ്ചറിന്റെ വാല്യൂ ആണ്. ഒരു ഡിബഞ്ചറിന്റെ വില 100 ആകുമ്പോൾ 10000 ഡിവൈഡ് ബൈ 100 ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ആ വാല്യൂ കിട്ടിയത്. പിന്നെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ 400 കിട്ടി. എങ്ങനെയാണ്? ഡെബിറ്റിൽ 10100 രൂപയാണ് വരുന്നത്, ക്രെഡിറ്റിൽ 9700 വന്നിട്ടുള്ളൂ. ആ ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് 400 രൂപ വന്നു. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി നമ്മൾ നരേഷൻ കൊടുക്കണം. എന്താ നരേഷൻ കൊടുക്കുക? നരേഷൻ ഏതൊരു ജേണൽ എൻട്രിക്ക് നമ്മൾ നരേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ അല്ലെ? കമ്പനിയുടെ ഡിബഞ്ചർ തന്നെ എന്ത് ചെയ്തു? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അറ്റ് ₹97 അല്ലെ? 97 റുപ്പീസ്, അതായത് 97 രൂപയ്ക്ക് എന്ത് ചെയ്തു? നമ്മൾ ഡിബഞ്ചർ വാങ്ങി. ഓക്കെ, അപ്പൊ അതവിടെ കാണിക്കുക. അപ്പൊ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ അറ്റ് ₹97 കം ഇൻട്രസ്റ്റ് ആണ് വാങ്ങിയത്. അതായത് കം ഇൻട്രസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഈ 97 രൂപയിൽ ഇൻട്രസ്റ്റും കൂടി ചേർന്നതാണ്. ഈ 97 രൂപയിൽ ഇൻട്രസ്റ്റ് ചേരാത്ത കേസ് ഉണ്ടാവും. അതിനെന്താ വിളിക്കുക? എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ എക്സ് ഇൻട്രസ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി നോക്കാം. ഓക്കെ, കം ഇൻട്രസ്റ്റിന്റെ കേസിൽ ഇത്രയാണ് ജേണൽ എൻട്രി. ഇനി എക്സ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ജേണൽ എൻട്രി ഡേറ്റ് സെയിം ഡേറ്റ് തന്നെയാണ്. നമുക്ക് നോക്കാം എക്സ് ഇൻട്രസ്റ്റ് ആകുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്. അപ്പൊ നോക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഏത് മെത്തഡ് ആയിക്കോട്ടെ, എക്സ് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ കം ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ജേണൽ എൻട്രിയിൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമുക്ക് അതേ ജേണൽ എൻട്രി ഇവിടെ വീണ്ടും എടുത്ത് എഴുതാം. എന്താണ്? 6% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇനി എമൗണ്ട് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എമൗണ്ട് എഴുതുന്ന സമയത്ത് ചെറിയൊരു മാറ്റം സംഭവിക്കും. ഏത്? എക്സ് ഇൻട്രസ്റ്റ് ആകുമ്പോൾ. കാരണം എന്താണ്? നമ്മൾ ഈ പേയ്മെന്റ് നടത്തുന്ന ഈ 97 രൂപയിൽ എന്തില്ല? ഇൻട്രസ്റ്റിന്റെ പോർഷൻ ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. അതാണ് എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ചേർന്നിട്ടുള്ള എമൗണ്ട് അല്ല ഈ 97 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. അതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടി ചേർക്കണം. ഇപ്പൊ എന്ത് ചെയ്യണം? പ്ലസ് ആ 100 രൂപയും കൂടി ഇവിടെ ആഡ് ചെയ്യണം ബാങ്കിൽ. അതേ ഇവിടെ മാറ്റമുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നത് സെയിം 10000 രൂപ വിലയുള്ള ഡിബഞ്ചർ ആണ്. അതുകൊണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ അതിന് നേരെ 10000 എഴുതുക. ദെൻ ഇൻട്രസ്റ്റ് എമൗണ്ടിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഒരൊറ്റ വർക്കിംഗ് നോട്ടിൽ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എക്സ്പയർഡ് പീരീഡിലേക്ക് ഇൻട്രസ്റ്റ് എത്രയാണ്? 100 രൂപയാണ്. അത് മാറ്റമില്ല. ദെൻ ഇനി ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നമുക്കറിയാം നമ്മൾ നൽകുന്നത് 100 ഡിബഞ്ചറിന് 97 രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേയ്മെന്റ് നടത്തുന്നത്. ഈ മെത്തേഡ് എക്സ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എന്താണ്? നമ്മുടെ 97 രൂപയിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ? എക്സ് ഇൻട്രസ്റ്റ് ആകുമ്പോൾ അതിനർത്ഥം എന്താണ്?
നമ്മൾ നടത്തുന്ന ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആക്കണം. കാരണം എന്ത് ചെയ്യണം, നമുക്ക് ആ 100 രൂപ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം ആ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റും കൂടി അവർക്ക് നൽകണം എന്നുള്ളത് നൽകേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഇൻട്രസ്റ്റ് നൽകാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് 100 രൂപ വീണ്ടും ആഡ് ചെയ്യുക. അത്രേ അവിടെ ചെയ്യാനുള്ളൂ. അപ്പൊ എക്സ് ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, നമ്മൾ നൽകാനുള്ള ഇൻട്രസ്റ്റിനെ ബാങ്കിലെ എമൗണ്ടിനോട് കൂടി ആഡ് ചെയ്യുക. കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബാങ്കിലെ എമൗണ്ടിൽ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യേണ്ട. അത്രേ ഉള്ളൂ ഇതിലെ മാറ്റം. ജേണൽ എൻട്രി സെയിം തന്നെ. അപ്പൊ എന്തായിരിക്കും ഇവിടെ എമൗണ്ടിൽ, നേരത്തെ 9700 വന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും എമൗണ്ട് വരിക, എന്തായിരിക്കും വരിക, 9800 ആയിരിക്കും എമൗണ്ട് വരിക. കാരണം എന്താണ്, ഈ 9700 ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയപ്പോൾ നൽകിയിട്ടുള്ള പ്രൈസ്, ആ പ്രൈസിൽ ഇൻട്രസ്റ്റ് ചേർന്നിട്ടില്ല. അതുകൊണ്ട് പ്ലസ് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 100 രൂപയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ മൊത്തത്തിൽ 9800 വരും നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, മൊത്തത്തിൽ നമ്മൾ നടത്തിയ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിന് വേണ്ടി നടത്തിയ പേയ്മെന്റ് എന്ന് പറയുന്നത് 9800 വരും. ക്ലിയർ? അപ്പൊ ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത്, നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്, നമ്മൾ ഇനി ഡിഫറൻസ് നോക്കുക. ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഡെബിറ്റിൽ 10100 രൂപ വന്നു, ക്രെഡിറ്റിൽ 9800 വന്നു. അപ്പൊ അതിനർത്ഥം നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ നമുക്കൊരു ലാഭം ഉണ്ടായിട്ടുണ്ട്. ആ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്, 300 രൂപയാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടെ ജേണൽ എൻട്രി. ഈ രണ്ടാമത്തെ കേസിൽ വലിയ പ്രയാസമൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് എക്സ് ഇൻട്രസ്റ്റിലായത് കൊണ്ട്, എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർമ്മ ഉണ്ടാവണം. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡഡ് ആണ്. ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള പർച്ചേസ് പ്രൈസ് ആയിരിക്കും എക്സ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയത് കൊണ്ട് എന്ത് ചെയ്യണം, ബാങ്കിൽ ഇൻട്രസ്റ്റിന് പ്ലസ് ചെയ്ത് കാണിക്കണം, ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഒഴിവാക്കിയത് കൊണ്ടാണ് ആഡ് ചെയ്യണത്. പക്ഷെ കമ്മി ഇൻട്രസ്റ്റിന്റെ കേസിൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടില്ല, അത് ഇൻക്ലൂഡഡ് ആണ്. ആ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 100നെ അതിലേക്ക് ആഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇപ്പൊ ജേണൽ എൻട്രി എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാവും. ആണ്, വളരെ സിമ്പിൾ ആണെന്ന്, ആ ഒരു കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് പ്രോബ്ലം അതോടൊപ്പം തന്നെ എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ പാർട്ട് എയിൽ തിയറി ആയിട്ട് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താണ്, വാട്ട് ഈസ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, അല്ലെ ആ രീതിയിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ തിയറിയും പഠിച്ചു വെക്കണം. അത്ര തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജേണൽ എൻട്രീസ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആവുന്ന സമയത്തും, അതുപോലെ തന്നെ എന്താണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആവുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജേണൽ എൻട്രി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം തിയറി എഴുതാൻ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം, പാർട്ട് എയിലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ആ ഭാഗങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഈ സിങ്കിങ് ഫണ്ട് എന്താണ്, അതുപോലെ തന്നെ എന്താണ് എക്സ് ഇൻട്രസ്റ്റ് എന്താണ്, കം ഇൻട്രസ്റ്റ് എന്താണ്, പിന്നെ അതുപോലെ DRR എന്താണ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, DRI എന്താണ്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടേംസ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ആ ടേംസ് ഒക്കെ നമുക്ക് അവിടെ റിഡംഷൻ ബൈ കൺവേർഷൻ എന്താണ് ചോദിക്കാം. പിന്നെന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്താണ്, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്താണ്, അങ്ങനെ 2 മാർക്കിനുള്ള ചോദ്യങ്ങളായിട്ട് പാർട്ട് എയിൽ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമുക്ക് ഇത്തരത്തിലുള്ള. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും ഈ ഭാഗത്ത്.